ശ്രീ അജ്മൽ, ഇവിടെ അല്പം മുമ്പ് ഈ വിൻസിയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ആ സിനിമയുടെ സംവിധായകനും നിർമ്മാതാക്കളും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ആ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിച്ചു, ആ നടിയോടൊപ്പം എങ്ങനെ നിലകൊണ്ടു എന്നുള്ളതായിരുന്നു സമൂഹം ആദ്യം തിരഞ്ഞ കാര്യം. കാരണം ഈ നായകൻ നായിക എന്നതിനൊക്കെ അപ്പുറം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ കൊടുക്കുന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, നിർമ്മാതാക്കൾ എല്ലാവരും ഇതിന്റെ ഭാഗമാകുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇതിലൊരു പ്രതീക്ഷയായി, ഏതിടത്തെയാണ്, എവിടേക്കാണ് ചെല്ലേണ്ടത്? ഈ അടുത്ത കാലത്ത് അന്നുണ്ടായി സംഭവവികാസത്തിന്റെ ഉള്ളില് പരാതിയുമായി വരാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇതിന്റെ പ്രശ്നം പോലീസിനെ അത് പരാതി കൊടുക്കാനോ അത് അന്വേഷിക്കാനോ പല കുറ്റം പറ്റിയ കാര്യമില്ല. കാരണം വെച്ചാൽ അതിന്റെ വരുംപരായികളെ കുറിച്ച് പലരും പേടിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ അണിയറ പ്രവർത്തകരായിക്കോട്ടെ, അവരെ സംബന്ധിച്ചിട്ട് നല്ലൊരു സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല അവർക്ക്. ഈ ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും പറയുന്നില്ല, പത്രമാധ്യമങ്ങൾ എന്തെങ്കിലും പറയുന്നല്ലാതെ നല്ലൊരു സപ്പോർട്ട് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ അവർക്ക് കൊടുക്കുന്നില്ല. കാരണം ഇത് കൊടുത്തു നാളെ എന്താ പറയാ, ആ നടി നാളെ പുറക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. പിന്നെ ചാൻസ് ഇല്ല വരുന്ന അവസ്ഥയിലായിരുന്നു. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട്, മന്ത്രി രാജേഷ് പറഞ്ഞു, ശക്തമായിട്ട് കൂടെയുണ്ട്. പരാതിയെ കൊടുക്കുകയാണെങ്കിൽ അന്വേഷിക്കുകയും ചെയ്യും. ഇതിന്റെ പിന്നാമ്പുറം ആരൊക്കെയാണെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. ഈ പറയുന്ന ഷൈൻ ചോക്കൻ നടന്നെ ഇറങ്ങിയോടിയ ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ്, ഈ അടുത്ത കാലത്ത് സംഭവം എന്താ, ഏതെങ്കിലും ഗ്രാമിന്റെ വ്യത്യാസം കൊണ്ട് കേസാവൂ, ഇത്ര ഗ്രാം ഉപയോഗിക്കാം, അത്ര പ്രശ്നമില്ല, ആ രീതിയിലായോണ്ടല്ലേ. ഇതിനേക്കാൾ വലിയ ഗ്രാമുകളും ഇതിനേക്കാളും വലിയ കിലോ കണക്കിന് സംഭവം ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്തായി? തൊഴിലുണ്ടോ? അന്വേഷിച്ചിട്ട് തൊഴിലെല്ലാം നശിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ട ആ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സത്യല്ലേ? തീർച്ചയായും. അതേപോലെ ഇന്നലെ പിടിച്ച ഇത് എന്താണ്? ഇത് ശരിക്ക് എത്തപ്പെടുന്ന സ്ഥലത്ത് എത്തപ്പെടാതെ ഇത് എവിടെങ്കിലും പിടിച്ച് അവിടെ ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്കല്ലേ പോകുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് തന്നെ മൂന്നാർ വെച്ച് വാഗമണിന്റെ ഇവിടെ ഒരു മയക്കപ്പാനെ കിലോ കണക്കിന് കഞ്ചാവുമായി പിടിച്ചെന്ന് പറഞ്ഞു. കിലോ കണക്കിന് മാധ്യമങ്ങളിൽ നമ്മളെല്ലാം പറഞ്ഞതാണ്. എല്ലാവരും ആ ചർച്ച എത്ര ദിവസം നീണ്ടു? 1, 2, 3 ദിവസം നീണ്ടു. അതിന്റെ യഥാർത്ഥ സ്രാവിലേക്ക് എത്തിയോ? ഒരിക്കലും എത്തുന്നില്ല. ഇതിന്റെ യഥാർത്ഥ സ്രാവിലേക്ക് എത്തുമ്പോഴേ ഇത് അവസാനിക്കുകയുള്ളൂ. ഇപ്പോഴും ചില കലാകാരന്മാർ, ഞാൻ ചില വ്യക്തികൾ എല്ലാവരെയും പറയുന്നില്ല, ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ, ഇതുണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ, ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള കലാകാരന്മാർ ഇതിലുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ഈ സംഘടന, എന്റെ സംഘടന അടക്കം എല്ലാ സംഘടന വളരെ വ്യക്തമായി നിൽക്കുന്നില്ല. ഇതെന്ന് ഒരു വാക്ക് പറയുന്നു, നാളെ എന്താ പറയാ മാറ്റി പറയുന്നു. ഫിലിം ചേംബർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ, അതാണ് ഇതിലെ ചോദ്യം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഘടനകൾക്ക് ശക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കാത്തത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഷൈൻ ടോം, ആ കേസ് തന്നെ എടുക്കാം. അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ ആ കേസിൽ പോലീസിന് പറ്റിയ വീഴ്ചയടക്കം കോടതി ആ ഘട്ടത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ അത് മാറ്റി നിർത്താം. നിയമവശങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇതിനുള്ളിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഉള്ളിലുള്ളവർക്ക് തന്നെ അറിയാം. ഒരുപാട് സെറ്റുകളിൽ നേരിട്ടിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തേണ്ടത് ആരാണ്? സംഘടനകളാണ്, അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർ അതിന് തയ്യാറാകുന്നില്ല. അവിടെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളെ എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന് പറയുന്ന സംവിധായകരെ ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് കണ്ടു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് പ്രശ്നം? ആ സംവിധായകർ തന്നെ, ആ നിർമ്മാതാക്കൾ തന്നെ, ആ തിരക്കഥാകൃത്തുക്കൾ തന്നെ ലഹരിയുമായി പിടിക്കപ്പെടുകയാണ്. കുറുന്തോട്ടിക്ക് വാദം വന്ന അവസ്ഥ. എന്ത് ചെയ്യാൻ കഴിയും? ഇത് പറയല് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ലല്ലോ. ഇന്നിപ്പോ 2 പേരെ സസ്പെൻഡ് ചെയ്തു. നാളെ കഴിഞ്ഞ മറ്റന്നാളെ ഒരു 5 ദിവസം കഴിഞ്ഞോട്ടെ, ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട സംഘ നേതാക്കന്മാരുടെ സിനിമയിൽ ഇവര് സജീവമായി വരും. പിന്നെ എവിടെയാണ് സസ്പെൻഡ്? ഇവരാരാണ് ഭയപ്പെടേണ്ടത്? ഇവർക്ക് ആരോട് ഭയമുണ്ട്? സമൂഹത്തിലുള്ള കടപ്പാടുണ്ടോ? ശരിക്കും കലാകാരന്മാരെന്ത് ചെയ്യണം? എപ്പോഴും സമൂഹത്തിൽ ഭയപ്പെടുന്നില്ല. സമൂഹം ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ലേ കലാകാരന്മാര്. അല്ല, അപ്പോൾ ഈ സംഘടനകൾ ആരെയാണ് ഭയപ്പെടുന്നത്? ശ്രീ അജ്മൽ, നടപടി എടുക്കാൻ കഴിയാത്ത തരത്തിൽ സംഘടനകൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഫിലിം ചേംബർ, ഒരു ഭാഗത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഒരു ടെക്നീഷ്യൻ ഫെഫ്ക. ഇത് പറയുന്നില്ല, പ്രവൃത്തിയിൽ വരുന്നല്ലോ. ഇപ്പോ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്താണ് ഫിലിം ചേംബറിന്റെ സയ്യന്തായിട്ട് പറഞ്ഞു, എന്ത് വന്നാലും ഇനി ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കില്ല, ഇദ്ദേഹം ഇത് ശരിയല്ല. ഈ പറയുന്ന പ്രവൃത്തിയിൽ വരുന്നില്ലോ. ഇതേ ഷൈൻഡാച്ചോക്കെ തിരിച്ചെടുത്തു തരാം, മാപ്പ് കൊടുത്തു തരാം. ഗിഫ്റ്റയുടെ ഉണ്ണികൃഷ്ണനല്ലേ, സംഘടന നേതാവല്ലേ അദ്ദേഹം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമല്ല, സംഘടനയുടെ ഓരോ നേതാക്കന്മാരും അതാരാവട്ടെ, ഇവർ വ്യക്തമായ ഒരു ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത് മാറ്റി നിർത്തിയിട്ട് പറ്റുള്ളൂ. ഇത് കാർന്നു നിർത്തുന്ന ഒരു വിഷമാണിത്. ഇത് സമൂഹത്തെ നശിപ്പിക്കും. ഇത് ചെറിയ പിള്ളേർ വരെ, മുമ്പൊക്കെ എന്താ വലിയ വലിയ ആൾക്കാരാണ് എന്നാ കേട്ടറിവ്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ സ്കൂൾ 10ാം ക്ലാസ് 9ാം ക്ലാസ് പിള്ളേരൊക്കെ ഇതിന് അടിമയായി വന്നു. അതായത് നെട്ടിപ്പിക്കുന്നു.
മുമ്പൊക്കെ ഏതാ നമുക്ക് ഉത്തരേന്ത്യ സംസ്ഥാനമാണ്, ബീഹാറാണ്, ബംഗാളാണ്. ഇന്ന് കേരളത്തിലാണ് സാധനം. സുലഭം പോലെ പോകുന്നത്. പിടിക്കപ്പെടുന്നത് ഒരു ചെറിയ വിഭാഗം, പിടിക്കപ്പെടാതെ എത്രയോ വിഭാഗങ്ങളുണ്ട് ഇവിടെ. അല്ല, അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് ശ്രീ അജ്മൽ. അതിലേക്കൊന്ന് കൃത്യമായി വരാൻ കഴിയുമോ? ഇപ്പോൾ താങ്കൾക്ക് ഒരുപക്ഷെ അതിന്റെ കാര്യങ്ങൾ അല്പം കൂടി വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്താൻ കഴിയാത്തത്, അവർ മാറി നിന്നാൽ പിന്നെ മലയാള സിനിമ അങ്ങ് ഇല്ലാതാകും എന്നുള്ള തോന്നൽ കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം നടപടിയെടുക്കാൻ ഈ സംഘടനകളെ ഭയപ്പെടുത്തുന്നുണ്ടോ? സംഘടനയെ ഭയപ്പെടുന്നുണ്ട്. അവര് ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, അവരിൽ ആരെങ്കിലും എന്താ പറയാ, ഏതെങ്കിലും ഒരു കണ്ണിൽ ഇതിലുണ്ട്. ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് ഒരാൾ വരുന്നു, അദ്ദേഹം ഇവരായിട്ട് പരിചയം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഒരാൾ വരുന്നു, അറിയാലോ. പ്രൊഡ്യൂസർ 5 കോടിയുടെ പടം ചെയ്യുന്നു, പക്ഷെ അതിന് പുറത്തൊരു 3 കോടി സഹായിക്കുന്ന വേറെ പാർട്ടിയുണ്ട്. ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ 1 കോടി, അതേപോലെ വേറൊരു പ്രൊഡ്യൂസർ 50 ലക്ഷം. പക്ഷെ അവർ ഈ കണ്ണിയിലുണ്ടാവും. അപ്പൊ ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല. ഇവരെ ഒഴിവാക്കി സിനിമ ഉണ്ടാവില്ല. അതിലേക്കും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞ അതേപോലെ സംഘടന നേതാക്കന്മാർ, ഫിലിം ചേംബർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ നിലപാടുകൾ പിടിക്കപ്പെടുമ്പം പറയുന്നില്ലാതെ ഇത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അത് തേച്ചു മാച്ചു കളഞ്ഞു. അതാ അദ്ദേഹം അടുത്ത ശ്രീമതി ബസി പിടിച്ചല്ലോ, അറിയാലോ. എത്രാമത്തെ 1, 2, 3 സുലഭം പോലെ അദ്ദേഹം ഇപ്പൊ അഭിനയിക്കുന്നില്ലേ? ആരാ ഈ പറയുന്ന എന്താ പറയാ സംഘടന നേതാക്കന്മാരുടെ സിനിമയിൽ അഭിനയിക്കുന്നത്? അതാ ഏറ്റവും കഷ്ടം. ഞാൻ ആളെ പേരൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. മാറ്റി നിർത്തുമെന്ന് പറഞ്ഞുറപ്പിച്ച അവരുടെ സിനിമയിലാണ് ഈ പറയുന്ന കളങ്കം വെച്ച ഈ നടന്മാരും നടിമാർ അഭിനയിക്കുന്നത്. അതിന് മുകളിൽ എന്താ പറയാനുള്ളത്?